Good afternoon all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCom 5th സെമസ്റ്ററിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന സബ്ജക്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്, അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമുണ്ട്, അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇതാണ് മെയിനായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയണം. അതിനു മുൻപേ എന്താണ് റൈറ്റ്സ്? റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ക്ലൈം ടു ഡു സംതിങ്. നമുക്ക് വലുതും ചെയ്യാനുള്ള ഒരു അവകാശത്തെയാണ് നമ്മൾ റൈറ്റ്സ്, അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തുണ്ട്, നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് നമ്മുടേതായ ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് എൻജോയ് ചെയ്യാനുള്ള ഫ്രീഡം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ റൈറ്റ്സ് ഇൻഹെറിൻറ്റ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്. നമ്മൾ ജനിച്ച മുതൽ നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന ഒന്നാണെന്ത് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മുടെ കളറിൻ്റെ ബേസിലോ അല്ലെങ്കിൽ നാഷണാലിറ്റിയുടെ ബേസിലോ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ബേസിലോ അല്ലെങ്കിൽ റിലീജിയൻ്റെ ബേസിലോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട്, ഈക്വലായിട്ട് എൻജോയ് ചെയ്യാവുന്ന ഒന്നാണിത് റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വി ആർ ഓൾ ഈക്വലി എൻടൈറ്റിൽഡ് ടു അവർ ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. അതായത് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, ആൻഡ് ഇൻഡിവിസിബിൾ. നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടതും ഒരിക്കലും ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുമായ ഒരു കോൺസെപ്റ്റാണ് എന്ത് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ റൈറ്റ്സിൽ മെയിനായിട്ട് നമുക്ക് 3 കീസ് ഡോക്യുമെൻ്റാണ് ഹ്യൂമൻ റൈറ്റ്സായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948, സെക്കൻഡ് വൺ ഇൻ്റർനാഷണൽ കോവനൻ്റ് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് 1966, then third one International Covenant on Economic and Social and Cultural Rights 1966. ഇത് 3 എണ്ണമാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു കോൺസെപ്റ്റായി ബന്ധപ്പെട്ട കീസ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ റൈറ്റ്സിനെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. റൈറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദി ഇൻഹെറൻറ്റ് ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ. അതായത് ഒരാൾക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു ഫാക്ടറാണെന്ത് റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റ്സ് മീൻസ് ലോ. റൈറ്റ്സ് പറഞ്ഞാൽ എന്താണ്, ലോ ആണ്. ലോ മീൻസ് കളക്ഷൻ ഓഫ് റൂൾസിനെ എന്ത് പറയുന്നത്, ലോ എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ റൈറ്റ്സ് ഡൊമസ്റ്റിക് ലോ ആയിട്ടും ഇൻ്റർനാഷണൽ ലോ ആയിട്ടും 2 രീതിയിൽ പറയുന്നുണ്ട്. ഡൊമസ്റ്റിക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ലോ വിത്തിൻ വൺ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ലോ ആണെന്ത് ഡൊമസ്റ്റിക് ലോ. ഇൻ്റർനാഷണൽ ലോസ് മീൻസ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ, അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ, ഇതൊക്കെ എന്താണ് നമ്മുടെ ഇൻ്റർനാഷണൽ ലോയുമായി ബന്ധപ്പെട്ടത്. ദാറ്റ് മീൻസ് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് ആണ് ഇത് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ റൈറ്റ്സിനെ 2 എണ്ണമായി മെയിനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, സെക്കൻഡ് വൺ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ റൈറ്റ്സ്. Civil and political rights again consist of 5 types: right to freedom of speech, freedom of religion, freedom of assembly and association, freedom from torture, then equality under the law. എന്നിങ്ങനെ 5 രീതിയിലാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. Then social, economic and cultural rights again divided into 4: the rights to education, right to employment and recreation, right to enjoy the respects of minimum health service, then right to shelter and safe environment. എന്നിങ്ങനെ 4 രീതിയിലാണ് സോഷ്യോ എക്കണോമിക് കൾച്ചർ റൈറ്റ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. എന്തൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് പോയിന്റ് ഇസ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിവിസിബിൾ. പരസ്പരം ബന്ധപ്പെട്ടതും അതിൽ വിഭജിക്കാനാവാത്തതുമായൊരു കോൺസെപ്റ്റാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നത് 2 രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അതായത് എക്കണോമിക് ആൻഡ് കൾച്ചർ റൈറ്റ്സ്, സോഷ്യൽ റൈറ്റ്സ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈറ്റ്സ് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈക്വലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പറയുന്നത്. നമുക്കൊരു റൈറ്റ്സിനെ മറ്റൊന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്ത് കണക്കാക്കാനും പറ്റില്ല. എല്ലാ റൈറ്റ്സും എന്താണ് ഈക്വലാണ്. ദെൻ ഈക്വൽ ആൻഡ് നോൺ ഡിസ്ക്രിമിനറി. അതായത് ദാറ്റ് മീൻസ് എന്താണ്, നമുക്ക് നമ്മുടെ ഏജ് അല്ലെങ്കിൽ നാഷണാലിറ്റി, റിലീജിയൻ്റെ ബേസിലൊന്നും നമ്മുടെ റൈറ്റ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ബോത്ത് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. റൈറ്റ്സ് മീൻസ് എന്താണ്, ഒരു ഉടമ്പടിയാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നതും നമ്മളെല്ലാവരും അനുസരിക്കുന്നതുമായ ഒരു ഉടമ്പടിയാണ് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 സ്റ്റേജസ് ആണ് പറയുന്നത്. ഒന്ന് ഒറിജിൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സെക്കൻഡ് വൺ നാച്ചുറൽ റൈറ്റ്സ് തിയറി, തേർഡ് വൺ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇങ്ങനെ 3 രീതിയിൽ.
അതിൽ ഒറിജിൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന കോൺസെപ്റ്റ് ആദ്യം നമുക്ക് ബാബിലോണിയൻ ലോയിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബാബിലോണിയൻ കിങ് ആയ ഹൗറാബി ഇഷ്യൂസ് എ സെറ്റ് ഓഫ് ലോയിനെ നമ്മൾ ഹൗറാബീസ് കോഡ്സ് എന്ന് പറയുന്നത്. ഈ ഹൗറാബി കോഡിൽ നിന്നാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ റൈറ്റ്സിൻ്റെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വേരെന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത്. ഇന്ത്യയിലാണെങ്കിൽ അത് നമ്മൾ ധർമ്മ ഓഫ് വേദിക് പീരീഡ്, രാമായണം, മഹാഭാരതം എന്നീ കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ എന്തുണ്ട് റൈറ്റ്സ് എന്നൊരു കോൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഇത് നാച്ചുറൽ ലോ ആൻഡ് നാച്ചുറൽ റൈറ്റ്സ് എന്നൊരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ഹ്യൂമൻ റൈറ്റ്സിന് ശരിക്കും ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഒരു ഡച്ച് ജൂറിസ്റ്റായ ഹ്യൂഗോ ഗ്രോഷ്യസ് ആണ് ഇത് ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഹ്യൂഗോ ഗ്രോഷ്യസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ നാച്ചുറൽ റൈറ്റ്സ് ആൻഡ് തിയറിയാക്കി മാറ്റിയത്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, നാച്ചുറൽ റൈറ്റ്സ് തിയറി. അപ്പോൾ നാച്ചുറൽ റൈറ്റ്സ് തിയറി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തോമസ് ഹോബ്സ്, ജോൺ ലോക്കി, ജീൻ ജാക്സ് എന്ന മെയിൻ തിങ്കേഴ്സ്. ഇവർ 3 പേരാണ് മെയിൻ തിങ്കേഴ്സ് പറയുന്നത്. ഇവർ ഡെവലപ്പ് ചെയ്തൊരിതാണ് നാച്ചുറൽ റൈറ്റ്സ് തിയറി എന്ന് പറയുന്നത്. ശരിക്കും മാസ്റ്റർ ഓഫ് നാച്ചുറൽ റൈറ്റ്സ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ റോസിയോ ആണ്, നാച്ചുറൽ റൈറ്റ്സ് തിയറിയുടെ മാസ്റ്റർ എന്ന് പറയുന്നത്. ഈ നാച്ചുറൽ ലോ റൈറ്റ്സ് തിയറിയുടെ ബേസിലാണ് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് റൈറ്റ്സ് ഓഫ് സിറ്റിസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ സ്റ്റേജാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതായത് നമ്മൾ ഈ 2 സ്റ്റേജിന് ശേഷം നമ്മൾ ശരിക്കും എന്ത് ചെയ്തു, ഹ്യൂമൻ റൈറ്റ്സ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ശരിക്കും ഡെവലപ്പ് ചെയ്തെടുത്തു. ഇങ്ങനെ 3 രീതിയിലാണ് ഹ്യൂമൻ റൈറ്റ്സ് ഇവല്യൂഷൻ പറയുന്നത്. നെക്സ്റ്റ്, ലാൻഡ്മാർക്ക് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിലെ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്സ് അല്ലെങ്കിൽ അപ്രോച്ചുകൾ എന്തൊക്കെയാ വെച്ചാൽ, ഫസ്റ്റ് വൺ മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ശരിക്കും ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഉടമ്പടിയായിട്ട് കൊണ്ടുവന്നത് മാഗ്ന കാർട്ടയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ തീം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കിങ്ങിൻ്റെ അനധികൃതമായ ഒരുപാട് റൈറ്റ്സ്, അതായത് ഒരുപാട് ആക്ഷൻസ് ആ കിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ നമ്മൾ കൊണ്ടുവന്നൊരു ഉടമ്പടിയാണ് ഏത് പറയുന്നത്, മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെയായിരുന്നു ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്. ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ് നമ്മൾ പാർലമെൻറ്റിൽ നമ്മൾ 16 ഡിസംബർ 1689 നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കിങ്ങിൻ്റെ അധികൃതമായ, അതായത് കിങ് എന്ത് ചെയ്തു, ജനങ്ങളോട് ഓവറായിട്ട് അതോറിറ്റി, അവരുടെ പവർ കാണിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ജനങ്ങൾ കൊണ്ടുവന്നതാണ് ഇത് ഈ ഇംഗ്ലീഷ് ബിൽ ഓഫ് റൈറ്റ്സ്. നെക്സ്റ്റാണ് US ബിൽ ഓഫ് റൈറ്റ്സ്. അത് 17 സെപ്റ്റംബർ 1787 കൊണ്ടുവന്നിരിക്കുന്നത് US ബിൽ ഓഫ് റൈറ്റ്സ് പറയുന്നത്. അതിൽ 10 ഓഫ് ദി ബിൽസ് നമ്മൾ എന്ത് ചെയ്തു, 10 ബില്ലുകളാണ് നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. അതായത് 1789 നമ്മൾ ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ നമ്മൾ അതിൻ്റെ സ്ലോഗൻ തന്നെ എന്താണ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർണിറ്റി. ഇതാണ് മെയിൻ സ്ലോഗൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ആണ് UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. UN ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 26 ജൂൺ 1945 നമ്മൾ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഡിക്ലറേഷൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും റൈറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നായിരുന്നു മെയിൻ തീം ഈ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്സ്, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്സ് എന്ന് പറയുന്നത്. താങ്ക് യു.